आज की हिंदी कक्षा में सभी को स्वागत है। ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും स्वागतम। पिछले कक्षा में हम महादेव वर्मा द्वारा लिखा रेखा चित्र सोना हिरणी पढ़ रहे थे। सोना हिरणी की दर्दनाक कहानी महादेव वर्मा याद कर रही थी। सुनहले रंग होने के कारण से सब लोग सोना कहने लगे। अपनी घर के एक सदस्य के रूप में महादेवी वर्मा उसे पालती हैं, उसे दूध पिलाने की कोशिश करती हैं। पहले कठिन था, लेकिन बाद में उसे पीना ही नहीं, दूध की बोतल पहचानना भी आ गया। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। आंगन में कूदते फांदते हुए भी भक्तिन को बोतल साफ करते देखकर वह दौड़ाती। നമ്മുടെ മഹാദേവി വർമ്മയെയാണ് ഭക്തിൻ എന്ന് ഇവിടെ സൂചിപ്പിച്ചത്. ഭക്തിൻ എന്ന് പറഞ്ഞാൽ ഈശ്വർ കി ഉപാസിക എന്നാണ് അർത്ഥം. മഹാദേവി വർമ്മ പാൽക്കുപ്പിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഓടി വരികയും അതുപോലെ തരൽ ചകിത ആംഗോ സെ ഉസെ ऐसे देखने लगती. നിറകണ്ണുകളോടെ അത്ഭുതത്തോടെ അവൾ നോക്കി നിൽക്കുമായിരുന്നു നമ്മുടെ സോന ഹിരണി. മാനോ വ കോയി സജീവ് മിത്ര ഹോ. എപ്രകാരമാണ് നോക്കി നിൽക്കാറ്? ഒരു മിത്രത്തെ പോലെ, ആത്മമിത്രത്തെ പോലെ. മഹാദേവി വർമ്മയുടെ ആത്മമിത്രത്തെ പോലെയാണ് അത് നോക്കി നിൽക്കാറ്. उसने रात में मेरे पलंग के पाए से सड़कर बैठना सीख लिया था. അതുപോലെ തന്നെ എന്നു മുതലാണോ സോന ഹിരണയെ മഹാദേവി വർമ്മയ്ക്ക് ലഭിച്ചത്, അന്നു മുതൽ സോന ഹിരണയിൽ, ആ മാൻകുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പാൽക്കുപ്പി കണ്ടാൽ മനസ്സിലാവുകയും അടുത്തേക്ക് ഓടി വരികയും, അതുപോലെ തന്നെ മഹാദേവി വർമ്മ കിടക്കുന്ന സമയത്ത്, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, രാത്രിയിൽ കട്ടിലിനോട് ചേർന്ന് പായസ സടുക്കർ ചേർന്നുകൊണ്ട് ഇരിക്കാനൊക്കെ പഠിച്ചു. पर वहाँ गंदा न करने की आदत कुछ दिनों के अभ्यास से पड़ सकी. പക്ഷേ ഒരു കാര്യം, മഹാദേവി വർമ്മ ക്ഷീണിച്ച് കട്ടിലിൽ കിടക്കുന്ന സമയത്തൊക്കെ അടുത്ത് വന്ന് അതിനോട് ചേർന്ന് ഇരിക്കാനൊക്കെ പഠിച്ചു. പക്ഷേ അവിടെ വൃത്തിഹീനം ആക്കുന്ന ശീലം അതാക്കാതിരിക്കാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. अंधेरे होते ही वह मेरे कमरे में पलंग के पास आ बैठती और फिर सवेरा होने पर ही बाहर निकलती. ഇരുട്ടാവുന്നതോടുകൂടി സോന ഹിരണി നമ്മുടെ മഹാദേവി വർമ്മയുടെ റൂമിൽ വരികയും പലങ്ക് കെ പാസ്, കട്ടിലിൻ്റെ അടുത്തായിട്ട് ഇരിക്കുകയും, और फिर सवेरे होने पर ही बाहर निकलती. റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ, രാത്രിയിൽ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോവുക രാവിലെ ആയിരിക്കും. उसका दिन भर का कार्यकलाप भी एक प्रकार से निश्चित था. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോന ഹിരണയുടെ ഡെയിലി റൂട്ടീൻ. അത് നിശ്ചയിച്ച പോലെ തന്നെയായിരുന്നു. അവളുടെ ഒരു ദിവസം ഇതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന ഒരു നിശ്ചയം അതിനുണ്ടായിരുന്നു. विद्यालय और छात्रावास की विद्यार्थियों के निकट पहले वह कौतुक का कारण रही, परंतु कुछ दिन बीत जाने पर वह उनकी ऐसी प्रिय साथिन बन गई जिसके बिना उनका किसी काम में मन नहीं लगता था. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ മഹാദേവി വർമ്മയുടെ വീടിനടുത്തായിട്ട് ഒരു വിദ്യാലയം, അതുപോലെ ഒരു ഛാത്രാവാസം ഉണ്ടായിരുന്നു. സ്കൂളും ഹോസ്റ്റലും. ഛാത്രാവാസം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലാണ്. അവിടുത്തെ വിദ്യാർത്ഥിനികളൊക്കെ നമ്മുടെ സോന ഹിരണിയെ കണ്ട സമയത്ത് വളരെ കൗതുകത്തോടെയാണ് നോക്കി നിൽക്കാറ്. അതുകൊണ്ട് തന്നെ കൗതുകത്തോടെ തന്നെ നോക്കി നിൽക്കുകയും
പോവുകയുമാണ് ചെയ്യാറ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം परंतु कुछ दिन बाद बीत जाने पर वो उनकी ऐसी प्रिय साथिन बन गई. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടുകാരിയായിട്ട് മാറി. സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. ജിസ്കെ ബിന ഉൻക കിസി കാം മേ മൻ നഹി ലഗ്താ താ. നമ്മുടെ സോനാഹിരണി ഇല്ലാതെ അവരുടെ ഒരു ജോലിയും നടക്കാറില്ല. അതിനെപ്പോഴും കാണണമെന്നായി. വളരെ അധികം അവർ തമ്മിൽ അടുത്തു. दूध पीकर और भीगे चने खाकर सोना कुछ देर कंपाउंड में चारों पैरों को संतुलित कर चौकड़ी भरती. നമ്മുടെ സോനാഹിരണി പാൽ കുടിച്ചതിന് ശേഷം ഭീകെ ചന എന്ന് പറഞ്ഞാൽ നനഞ്ഞ കടല, അത് കഴിച്ചതിന് ശേഷം കുറച്ച് ദൂരത്ത് അവരുടെ കോമ്പൗണ്ടിൽ, മഹാദേവി വർമ്മയുടെ വീടിൻ്റെ ആ കോമ്പൗണ്ടിൽ, നമ്മുടെ ഹോസ്റ്റലും സ്കൂളിൻ്റെയും അതുപോലെ മഹാദേവി വർമ്മയുടെ വീടിൻ്റെയും ആ കോമ്പൗണ്ടിൽ ചാറും പയറും സന്തുലിത് കർ, 4 കാലുകളും ബാലൻസ് ആക്കിയിട്ട്, സന്തുലിത് എന്ന് പറഞ്ഞാൽ ബാലൻസ് ആക്കിയിട്ട് ചൗക്കടി ഭർത്തി, ഇങ്ങനെ ചാടും. ചൗക്കടി ഭരണം എന്ന് പറഞ്ഞാൽ ചലാങ് മാറണം, കുതിച്ച് ചാടുക. फिर वो छात्रावास पहुंचती और प्रत्येक कमरे के भीतर बाहर निरीक्षण करती. അങ്ങനെ കുതിച്ച് ചാടി നമ്മുടെ മഹാദേവി വർമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന്, കോമ്പൗണ്ടിൽ നിന്ന് ആ ഹോസ്റ്റലിലേക്ക്, നമ്മുടെ മഹാദേവി വർമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് കുതിച്ച് ചാടി ഹോസ്റ്റലിൽ എത്തുകയും പ്രത്യേക കമരയ്ക്ക് ഭീത്തർ, ഓരോ റൂമിനകത്തും ബാഹർ നിരീക്ഷണം നടത്തി, പുറത്തും അകത്തും കയറിയിട്ട് നിരീക്ഷിക്കും. ഇതാണ് നമ്മുടെ സോനാഹിരണയുടെ ഒരു ദിവസത്തെ പ്രവൃത്തികൾ. സവേരെ ഛാത്രാവാസ് മേ വിചിത്ര സി ക്രിയാശീലത രഹത്തി ഹെ. നമ്മുടെ ഹോസ്റ്റലിൽ രാവിലെ ആകുമ്പോൾ പ്രത്യേക വിചിത്രങ്ങളായ ആക്ടിവിറ്റീസാണ് ഉണ്ടാകുക. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിയാശീലത എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ്. കോയി ഛാത്ര ഹാത്ത് മുഖ് ധോത്തി ഹെ. കോയി ഛാത്ര, ചില വിദ്യാർത്ഥിനികൾ കൈയും മുഖവും കഴുകുന്നു. കോയി ബാലോ മേ കങ്കി കർത്തി ഹെ. ചിലരാകട്ടെ ചീർപ്പ് ഉപയോഗിച്ച് മുടി ഈരുന്നു. കോയി സാരി ബദൽത്തി ഹെ. ചിലരാകട്ടെ സാരി ധരിച്ച് മാറുന്നു. കോയി അപ്നി മേസ് കി സഫായി കർത്തി ഹെ. ചിലരാകട്ടെ ടേബിൾ വൃത്തിയാക്കുന്നു അവരവരുടെ. കോയി സ്നാൻ കർക്കെ ഭീഗെ കപ്പടെ സൂഖ്നെ കെ ലിയെ ഫൈലാത്തി ഹെ. ചിലരാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞ ശേഷം സ്നാൻ കർക്കെ, കുളിച്ചതിന് ശേഷം നനഞ്ഞ തുണികളൊക്കെ കപ്പടെ സൂഖ്നെ കെ ലിയെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിടുന്നു. ഫൈലാന വിരിക്കുക. ഓർ കോയി പൂജ കർത്തി ഹെ. ചിലരാകട്ടെ പൂജ ചെയ്യുന്നു. ഇപ്രകാരമാണ് അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ പ്രവൃത്തികൾ രാവിലെ ആയ. सोना के पहुंच जाने पर इस विविध कर्म संकुलता में एक नया काम और जुड़ जाता था. ഈ സമയത്തായിരിക്കും നമ്മുടെ സോനാഹിരണിയുടെ വരവ്. അതിനുശേഷം അവരുടെ ഈ പ്രവൃത്തിയിൽ പുതിയ പുതിയ ചില ജോലികളും ചേരും. അതെന്താണെന്ന് നോക്കാം. कोई छात्रा उसके माथे पर कुमकुम का बड़ा सा टीका लगा देती. ചില വിദ്യാർത്ഥിനികൾ നമ്മുടെ സോനാഹിരണി വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് സോനാഹിരണി വരുന്നതിന് മുന്നേ ഉള്ള അവരുടെ പ്രവൃത്തികളാണ് രാവിലെ. സോനാഹിരണി വന്നതിന് ശേഷം അവിടുത്തെ വിദ്യാർത്ഥിനികൾ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. ചില വിദ്യാർത്ഥിനികൾ നമ്മുടെ സോനാഹിരണിയുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തും. കോയി ഗലെ മേ റിബൺ ബാന്ധെത്തി. ചിലർ കഴുത്തിൽ റിബൺ കെട്ടും. ഓർ കോയി പൂജാക്കെ ബതാഷെ ഖിലാതെത്തി. ചിലർ പൂജയുടെ പ്രസാദമൊക്കെ അതിനെ കൊടുക്കും. നമ്മുടെ സോനാഹിരണിക്ക് തീറ്റിച്ചു കൊടുക്കും, അതിനെ കഴിപ്പിക്കും. മെസ്സ് മേ ഉസ്കെ പहुंचते ही
छात्राएं ही नहीं, नौकर चाकर तक दौड़ आते और सभी उसे कुछ ना कुछ खिलाने को ഉത്താവലേ रहते. അതുമാത്രമല്ല, അവരുടെ ഈ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെസ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളും ജോലിക്കാരും എല്ലാവരും ഓടി വരികയും നൗക്കർ ചാക്കർ ഒരു സബി ഉസേ കുച്ച് നാ കുച്ച് എന്തെങ്കിലുമൊക്കെ ആവേശത്തോടു കൂടി ഉത്താവലെ വളരെ ആവേശത്തോടു കൂടി അതിനെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. परंतु उसे बिस्कुट को छोड़कर कम खाद्य पदार्थ पसंद होते. പക്ഷേ നമ്മുടെ സോനഹിരണിക്ക് ബിസ്ക്കറ്റ് വിട്ടാൽ പിന്നെ വളരെ കുറച്ച് മാത്രമേ മറ്റ് ഫുഡ് പദാർത്ഥങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഖാദ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നാണ് അർത്ഥം. छात्रावास का जागरण और जलपान अध्याय समाप्त होने पर वह घास के मैदान में कभी धूप चढ़ती और कभी उस पर लौटती रहती. ഹോസ്റ്റലിലെ അവരെ എല്ലാവരെയും ഉണർത്തിയതിന് ശേഷം ജാഗരൺ ഉണർത്തുക, അതുപോലെ അവിടുത്തെ ജലപാൻ അവിടുത്തെ പലരുടെയും കയ്യിൽ നിന്ന് കിട്ടിയ ഭക്ഷണവും വെള്ളം കുടിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോനഹിരണി ഘാസ് കെ മൈതാൻ മേ അവിടെയുള്ള പുൽമേടയിൽ അല്ലെങ്കിൽ പുൽ മൈതാനത്ത് ചിലപ്പോൾ ധൂപ് ചർത്തി നമ്മുടെ മാൻപേടകൾ അല്ലെങ്കിൽ മാൻകൂട്ടങ്ങൾ എന്താണോ പുൽമേടയിൽ അല്ലെങ്കിൽ പുൽ മൈതാനത്ത് ചെയ്യുന്നത് നമ്മുടെ സോനഹിരണിയും അതുപോലെ, കാരണം അതിനും ശീലം അങ്ങനെയാണ്. കബി ഉസ് പർ ലൗട്ത്തി രഹത്തി, ചിലപ്പോഴൊക്കെ അതിൽ കിടന്നുറങ്ങും. നമ്മുടെ പുൽമേടയിൽ സോനഹിരണി കിടന്നുറങ്ങുകയും പുല്ലൊക്കെ ഭക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. मेरे भोजन का समय वह किस प्रकार जान लेती थी वह समझने का उपाय नहीं है, परंतु वह ठीक उसी समय भीतर आ जाती और तब तक मुझसे सटी कड़ी रहती जब तक मेरा खाना समाप्त ना हो जाता. അതിനുശേഷം മേരെ ഭോജൻ ക സമയം, നമ്മുടെ മഹാദേവർമ്മയുടെ ഭക്ഷണ സമയം ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അറിയുന്നതും അറിയില്ല. കിസ് പ്രകാർ ജാൻ ലെത്തി ഹേ വോ നെയ് ജാൻതി, ഈ സമജ്നേക്ക ഉപായം നഹി, അത് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്നുള്ള ഒരു ഉപായമൊന്നുമില്ല. പരന്തു ടീക്ക് ഉസി സമയം, പക്ഷേ കറക്റ്റ് സമയം തന്നെ വീടിനകത്തേക്ക് വരികയും നമ്മുടെ മഹാദേവർമ്മ ഭക്ഷണം കഴിക്കുന്ന സമയം അത് എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് വരികയും തബ് തക് മുസ്സെ സടിക്കടി രഹത്തി, എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കും ആ സമയത്ത് വന്നിട്ട്. ജബ് തക് മേര ഖാന സമാപ്ത് നാ ഹോ ജാത്ത, മഹാദേവർമ്മ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് വരെ അത് ഒട്ടിച്ചേർന്ന് അവിടെ നിൽക്കും. കുച്ച് ചാവൽ रोटी आदि उसको भी प्राप्य रहता था, परंतु उसे कच्ची सब्जी ही अधिक भाती थी. കുറച്ച് ചാവൽ എന്ന് പറഞ്ഞാൽ അരിയാണ്, ചോറും അതുപോലെ റൊട്ടിയും തുടങ്ങിയവ അത് കഴിക്കാറുണ്ട്. പരന്തു ഉസെ കച്ചി സബ്ജി, പക്ഷേ അതിന് പാകമാകാത്ത വെജിറ്റബിൾസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണ് കച്ചി സബ്ജി, പാകമാകാത്ത പച്ചയായ സബ്ജി, വെജിറ്റബിൾസ്, അതിന് ഏറ്റവും ഇഷ്ടം അതാണ്. ബാക്കിയൊക്കെ കഴിക്കും എന്നല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ്. അധിക ബാത്യത്തി, തോന്നുക എന്നാണ് അർത്ഥം. ബാത്യത്തി ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ താല്പര്യം. घंटी बजते ही वह फिर प्रार्थना के मैदान में पहुंच जाती और उसके समाप्त होने पर छात्रावास के सामने ही कक्षाओं के भीतर बाहर चक्कर लगाना आरंभ करती. അങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന മൈതാനത്ത് എത്തുകയും, അത് പ്രാർത്ഥനയ്ക്കുള്ള ബെല്ലാണ്, ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സോനഹിരണി മൈതാനത്ത് പ്രാർത്ഥിക്കുന്ന മൈതാനത്ത് എത്തുകയും और उसके समाप्त होने पर छात्रावास के सामने ही कक्षाओं के भीतर बाहर ചക്കർ ലഗാന ആരംഭ കർത്തി. അതിനുശേഷം നമ്മുടെ
സോന ഹിരണിയുടെ പ്രവൃത്തി എന്തെന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹോസ്റ്റലിലേക്കും ചാടുകയും അവിടുത്തെ ഓരോ ക്ലാസ്സുകളുടെ അകത്ത് കയറുകയും ഇറങ്ങുകയും അങ്ങനെ ചുറ്റി നടക്കുകയും ഒക്കെ ചെയ്യാൻ ആരംഭിക്കും. ഉസേ ചോട്ടെ ബച്ചെ അധിക പ്രിയത്തെ, ചെറിയ മക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ സോന ഹിരണിക്ക്. ക്യോങ്കി ഉനക്കെ സാത്ത് ഖേൽനെ കാ അധിക അവകാശ് രഹതാ താ. എന്തുകൊണ്ടാണ് ഇഷ്ടം? ഏറ്റവും കൂടുതൽ കൂടെ കളിക്കുന്നത് ചെറിയ കുട്ടികളാണ്, അതുകൊണ്ടാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം സോന ഹിരണിയുടെ കൂടെ കളിക്കാൻ. वे पंक्तिबद्ध खड़े होकर सोना पुकारते और वह उनके ऊपर से छलांग लगाकर एक ओर से दूसरी ओर കൂത്തി रहती. എങ്ങനെയാണ് കുട്ടികളോട് കൂടെ കളിക്കുന്നത്? ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഹോസ്റ്റലിലുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ വിദ്യാലയത്തിലുള്ള കുട്ടികൾ ലൈനായിട്ട് നിന്നിട്ട് സോന സോന എന്ന് വിളിക്കും. ആ സമയത്ത് നമ്മുടെ സോന ഹിരണി വന്നിട്ട് അവരുടെ മുകളിലൂടെ ചലാങ്ക് ലഗാക്കർ, കുതിച്ച് ചാടി അവിടെ നിന്ന് തിരിച്ചും കുതിച്ച് ചാടും. ഇങ്ങനെയാണ് ഓരോ ദിവസവും നമ്മുടെ സോന ഹിരണി നീക്കുന്നത്. സർക്കസ് ജൈസ ഖേൽ കബി ഘണ്ടോ ചലത്ത. സർക്കസ് പോലെയുള്ള ഈ കളി ചില ദിവസങ്ങളിൽ മണിക്കൂറുകളോളം നിൽക്കും. ക്യോങ്കി ഖേൽ കെ ഘണ്ടോ മേ ബച്ചോं की कक्षा के उपरांत दूसरी आती रहती. മണിക്കൂറുകളോളം ആകാൻ കാരണമെന്താ? ബച്ചോं की कक्षा के उपरांत दूसरी आती रहती. ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മറ്റു കുട്ടികളും വന്നുകൊണ്ടിരിക്കും. ഓരോരോ ക്ലാസ് റൂമിലെ കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോരോ മണിക്കൂറിന് ശേഷം. അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ പിടിക്കുന്നത്. എന്നിട്ട് സോന ഹിരണിയുടെ കൂടെ ഇങ്ങനെ കളിക്കും. മേരെ പ്രതി സ്നേഹ പ്രദർശൻ കെ ഉസ്കെ കൈ പ്രകാരത്തെ. എന്നോട് കാണിക്കുന്ന, അതായത് മഹാദേവി വർമ്മയോട് കാണിക്കുന്ന സ്നേഹം പല രീതിയിൽ കാണിക്കാറുണ്ട് എന്ന് മഹാദേവി വർമ്മ ഓർക്കുകയാണ്. അത് എപ്രകാരമാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ മഹാദേവി വർമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് നോക്കാം. बाहर खड़े होने पर वह सामने या पीछे से छलांग लगाती और मेरे सिर के ऊपर से दूसरी ओर निकल जाती. പുറത്ത് നിൽക്കുകയാണെങ്കിൽ, മഹാദേവി വർമ്മ പുറത്ത് നിൽക്കുകയാണെങ്കിൽ സോന ഹിരണി മുന്നിൽ വരികയും അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ പിന്നിൽ നിന്ന്, സോന ഹിരണി പിന്നിൽ നിന്ന് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് മഹാദേവി വർമ്മയുടെ മുന്നിലോ പിന്നിലോ നിന്നുകൊണ്ട് മുകളിൽ കൂടെ കുതിച്ച് ചാടും. ചലാങ് ലഗാത്തി. ഓർ മേരെ സിർ കെ ऊपर से दूसरी ओर निकल जाती. എന്നിട്ട് എൻ്റെ തലയുടെ മുകളിലൂടെ ചാടി നിൽക്കും. प्रायः देखने वालों को भय होता था कि उसके पैरों से मेरे सिर पर चोट ना लग जावे. പക്ഷെ നോക്കി നിൽക്കുന്നവർക്കൊക്കെ പേടിയാവും, അതിൻ്റെ കാലെങ്ങാനും തട്ടിയാൽ മഹാദേവി വർമ്മയുടെ തല പൊട്ടിപ്പോവും. परंतु वह पैरों को इस प्रकार सिकोड़े रहती थी और मेरे सिर को इतनी ऊंचाई से लांघती थी कि चोट लगाने की कोई संभावना ही नहीं रहती थी. പക്ഷേ നമ്മളെ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള മൃഗമാണ് മാൻ. മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചും അതേപോലെ തന്നെ മൃഗങ്ങളും നമ്മളെയും സ്നേഹിക്കും. മഹാദേവി വർമ്മയുടെ തലയ്ക്ക് മുകളിലൂടെ ചാടുന്ന സമയത്ത് നമ്മുടെ സോന ഹിരണി തൻ്റെ കാലുകൾ ചുരുക്കി വെച്ചിട്ടാണ് സിക്കോഡ്കർ രത്തിത്തി ഓർ മേരെ സിർക്കോ ഇത്രയും ഉഞ്ചായിസ്, വളരെ ഉയർത്തിൽ ചാടുമായിരുന്നു. മഹാദേവി വർമ്മയ്ക്ക് ഒരു മുറിവും അല്ലെങ്കിൽ ഒരു അപകടവും പറ്റാത്ത രീതിയിലാണ് അത് ചാടുന്നത്. ഭീത്തർ ആനെ पर वह मेरे पैरों से अपना शरीर रगड़ने लगती. അകത്ത് വന്നു കഴിഞ്ഞാൽ ഭീത്തർ അകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി പ്രകാരമാണ്. മേരെ पैरों से अपना शरीर रगड़ने लगती. എൻ്റെ കാലുപയോഗിച്ച് അത് തൻ്റെ ശരീരം രഗഡ്നെ ലഗ്തി. രഗഡ്ന എന്ന് പറഞ്ഞാൽ അമർത്താൻ ശ്രമിക്കും.
मेरे बैठे रहने पर वह साड़ी का चोर मुंह में भर लेती और कभी पीछे चुपचाप खड़े होकर छोटी ही ചബാ डालती. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന സമയത്ത് മേരെ ബേട്ടെ രഹനെ പർ വോ സാടി ക ചോർ മുँह में ഭർ ലേത്തി, എൻ്റെ സാരി തുമ്പ്, സാരിയുടെ അറ്റം, അതാണ് ചോർ, അതിൻ്റെ വായ്ക്കകത്ത് വയ്ക്കുകയും കഭി പീछे ചുപ്ചാപ്പ് ഖടേ ഹോക്കർ ചോട്ടി ഹി ചബാ ഡാൽത്തി, എന്നിട്ട് പിന്നിലേക്ക് പോയിട്ട് അതെന്താക്കും, വായ്ക്കകത്ത് വെച്ച ഈ സാരി തുമ്പ് ഒന്ന് ചവച്ചരയ്ക്കും, ഒന്ന് ചവയ്ക്കും ചെറിയ രീതിയിൽ. डांटने पर वह अपनी बड़ी घोल और चकित आंखों में ऐसी अनिवर्जनीय जिज्ञासा भरकर एकटक देखने लगती कि हंसी आ जाती. അപ്പോൾ വഴക്ക് പറയുമ്പോൾ, ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മഹാദേവർമ്മ വഴക്ക് പറയും. വഴക്ക് പറയുമ്പോൾ എന്താ ചെയ്യുക, ഡാണ്ടിനെ എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. ആ സമയത്ത് നമ്മുടെ സോനഹിരണി ഗോളാകൃതിയിലുള്ള അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കണ്ണുകളിൽ, ആങ്കോമെ അതിൻ്റെ കണ്ണുകളിൽ, അനിവർജനീയ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ പറ്റാത്ത ഉത്കണ്ഠത, ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, ജിജ്ഞാസ, ബർഖർ അത് നിറച്ചുകൊണ്ട്, എക്ടക് ദേഖ്നിലെത്തി മഹാദേവർമ്മയെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ ചിരി വരും, മഹാദേവർമ്മയ്ക്ക് അത് കാണുമ്പോൾ ചിരി വരും. വഴക്ക് പറയുമ്പോൾ കാണിക്കുന്ന രീതിയാണത്. മഹാദേവർമ്മയെ നോക്കിക്കൊണ്ടേയിരിക്കുക. कवि गुरु कालिदास ने अपने नाटक में मृग मृग शावक आदि को इतना महत्व क्यों दिया है, ये हिरण पालने के उपरांत ही ज्ञात होता है. മഹാദേവർമ്മ ഇവിടെ ചിന്തിക്കുകയാണ്, കാളിദാസൻ്റെ നാടകങ്ങളിൽ മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മാനുകൾക്ക് ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് ഇപ്പോഴാണ്, ഒരു മാൻകുട്ടിയെ വളർത്തിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അതിനെ നോക്കുമ്പോഴാണ്, അതുമായിട്ട് അടുക്കുമ്പോഴാണ് മഹാദേവർമ്മയ്ക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. पालने पर वह पशु न रहकर ऐसा स्नेही संकी बन जाता है. മൃഗങ്ങളെ വളർത്തിക്കഴിഞ്ഞാൽ മൃഗമല്ലാണ്ടാകും, നമ്മുടെ കൂട്ടുകാരാവും, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറും. जो मनुष्य के एकांत शून्य को भर देता है, परंतु खींच उत्पन्न करने वाली जिज्ञासा से उसे बोझिल नहीं बनाता. നമ്മൾ മൃഗങ്ങളെയൊക്കെ മഹാദേവർമ്മ ഇവിടെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, മാനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വളർത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. നമ്മുടെ ദേഷ്യവും അതുപോലെ ഏകാന്തതയൊക്കെ നമുക്ക് ഇല്ലാണ്ടാവും, നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കും, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും വളർത്താൻ, മൃഗങ്ങളോട് സ്നേഹം തോന്നും എന്നൊക്കെ മഹാദേവർമ്മ ഇവിടെ പറയുകയാണ്. ആജ് കി കക്ഷ ഇത്നാ ഹി. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.